പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപയുടെ പൂരിതയായ കൃപാസന മാതാവേ, നിരാശയുടെയും കഷ്ടപ്പാടിൻ്റെയും ഈ നിമിഷത്തിൽ അമ്മയുടെ മധ്യസ്ഥതയും ശരണവും തേടി ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നിത്യനാഥേ, നിരാശയുടെ കയത്തിലൂടെ നീന്തുന്ന ഞങ്ങൾക്ക് മാർഗദീപം തെളിക്കണമേ. നിത്യവിശുദ്ധയായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു തിരിനാളമായി നീ ഉത്ഭവിക്കണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ദുഃഖങ്ങൾ നീ നീക്കിത്തരണമെന്ന് നിന്നോട് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. മറ്റാരോടും പറയാൻ കഴിയാത്ത, ആരിലും ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത ഞങ്ങളുടെ ദുഃഖ മനസ്സുകൾക്ക് നീ ആശ്വാസമാകണമേ അമ്മേ. ഞങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് നീ ഇന്നു തന്നെ അറുതി വരുത്തണമേ. നിനക്കൊപ്പം നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ ശക്തിയേകണമേ. നിനക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ നീ ഉജ്ജീവിപ്പിക്കണമേ. അമ്മേ, നിന്നിൽ ശരണം വെച്ച് ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞുപോയ എൻ്റെ കാലത്തെ നീ ശുദ്ധീകരിക്കണമേ. പുതിയ മനുഷ്യനായി നീ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കൃപാസന മാതാവേ, എനിക്ക് വിശ്വാസം നിലനിർത്താൻ എന്നെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങളിതാ ഇപ്പോൾ അമ്മയ്ക്ക് മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകമോഹങ്ങളും ജീവിത വ്യഗ്രതകളും ഞങ്ങളെ അനുദിനം വഴിതെറ്റിക്കുന്നുവെന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. എങ്കിലും പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിലേക്ക് വീണ്ടും ഞങ്ങൾ വീണുപോകുന്നു. മാതാവേ, പലതവണ നിന്നെ ഞങ്ങൾ മറന്നുപോയി. എന്നാൽ നീ ഒരിക്കലും ഞങ്ങളെ വിട്ടുനിന്നില്ല. ജീവിതത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലൂടെ, വേദനയുടെ ഇരുണ്ട വഴികളിലൂടെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിന്നെ നോക്കി കണ്ണുനീരോടെ നന്ദിയോടെ ഞാൻ പറയുന്നു, അമ്മേ, അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കും ഒത്തിരി നന്ദി. സ്നേഹവാനും കരുണാനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെ ഭയാനകമായ കറ നീക്കിക്കളയുകയും ചെയ്യണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എൻ്റെ ആശ്രയമായി എന്നും എൻ്റെ കൂടെ ആയിരിക്കണമേ. ക്രൂശിതൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും എന്നേക്കും ആമേൻ.